എന്താ മോളെ ഉടഞ്ഞത്? ശബ്ദം കേട്ടപ്പോ മനസ്സിലായില്ലേ? ഏതോ കുപ്പിപ്പാത്രമാണെന്ന് മനസ്സിലായി. അത് ഏതാണെന്നാ ചോദിച്ചത്. പിന്നെ 100 കണക്കിന് പാത്രം അങ്ങ് നിരത്തി വെച്ചിരിക്കല്ലേ ഉടയ്ക്കാനായിട്ട്. ആ പുളി ഇട്ടിരുന്ന പാത്രം. നല്ലോണം പറക്കിക്കള, ഇല്ലേ കുപ്പിച്ചില് കാലിലെങ്ങാനും കൊള്ളും. ഓ, കൊറേ നേരം ആയല്ലോ ഈ മുറം വെച്ചോണ്ടുള്ള ഇരിപ്പ് തുടങ്ങിട്ട്. അരിയിലെ കല്ല് പെറുക്കണ്ട, പിന്നെ പെറുക്കിയെടുത്തോളൊക്കെ മതി. അടുപ്പത്ത് വെള്ളം കിടന്ന് തിളച്ച് മറിയാ. എടി പെണ്ണെ, അത് കഴിവൊന്നും വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുവാ. ഈ പെണ്ണിന് എന്താ ഭ്രാന്ത് പിടിച്ചോ? നിങ്ങളുടെ ഇടയിലല്ലേ ജീവിക്കുന്നേ, പിന്നെ എങ്ങനെ ഭ്രാന്ത് പിടിക്കാതിരിക്കുന്നേ? എന്റെ കൊടുങ്ങല്ലൂരമ്മേ, ഈ പെണ്ണെന്തിനാ എന്നോട് ചാടിക്കടിക്കുന്നേ? സീതമ്മേ, ഓ, അല്ല ഒന്ന് ചോദിച്ചിട്ടാവാന്ന് വിചാരിച്ചിട്ടാ. ഒരേ ക്ലാസ് കേസുണ്ട്. ചെറുക്കൻ മംഗലാപുരത്ത് ടൈലറാ, ഇപ്പൊ നാട്ടിലുണ്ട്. ഞായറാഴ്ച വന്നാ കുട്ടിയെ ഒന്ന് കാണാൻ പറ്റുമോന്ന് ചോദിച്ചു. കൊണ്ടുവരണോ വേണ്ടേ? എന്തിനാ രാമകൃഷ്ണൻ ചേട്ടാ വെറുതെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ? ഞാനിപ്പോ ആ മോഹമൊക്കെ അങ്ങ് വിട്ടു. എത്ര നല്ല ആലോചനയാന്ന് പറഞ്ഞാലും എന്റെ മോക്ക് പിടിക്കത്തില്ലെന്നേ. അത് അമ്മയാണോ തീരുമാനിക്കുന്നേ? നിങ്ങൾ അവരോട് വരാൻ പറഞ്ഞോളൂ. ഇനിയിപ്പൊ കണ്ടില്ലെങ്കിൽ എനിക്ക് സമ്മതം. പോരെ? ഹോ, മനസമാധാനത്തോടെയുള്ള മാഷിന്റെ കിടപ്പ് കാണുമ്പോ തന്നെ എന്തൊരു സുഖ. നന്നായുള്ളൂ മാഷെ. എല്ലാത്തിനും അതിന്റേതായ ഒരു സമയം ഉണ്ടെന്നൊക്കെ പറയുന്നത് ഇതാ. ഒരു കുടുംബം എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ അച്ഛനും മോനും മാത്രം പോരല്ലോ. ഒരു മരുമകൾ വരണം, അവർക്ക് മക്കൾ ഉണ്ടാവണം, അവരുടെ കളിയും ചിരിയും കരച്ചിലും ഒക്കെ ഈ വീട് മുഴുവൻ നിറയണം. ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ചിന്ത പ്രേമന് ഉണ്ടായല്ലോ. അയ്യോ, അങ്ങനെയൊന്നും അല്ല. ഇതാ കുട്ടിയെ ധർമ്മസങ്കടത്തിൽ നിന്ന് അവനെന്ന് രക്ഷിച്ചതാ. അതിന് മനസ്സുണ്ടാവാന്ന് പറഞ്ഞ ചില്ലറ കാര്യാണോ? വേറെ പെണ്ണിനെ കിട്ടാഞ്ഞിട്ടാ? ആരോരും ഇല്ലാത്ത ഒരു കുട്ടിക്ക് ജീവിതം കൊടുക്കാന്ന് പറഞ്ഞ അതൊരു പുണ്യം തന്നെയാ. പറയുന്നത് അങ്ങോട്ട് മനസ്സിലാവില്ല എന്ന് വെച്ചാ എന്താ ചെയ്യാ? ശോഭനയെ നിങ്ങൾ തെറ്റിദ്ധരിച്ചതുപോലെ ഒന്നും അല്ല കാര്യങ്ങള്. മാഷേ, നമ്മളൊക്കെ പാവങ്ങളാ. പിള്ളേര് പറയണത് അങ്ങനെ എന്നെ അങ്ങോട്ട് വിശ്വസിക്കും. അവിടെ മണികണ്ഠേട്ടന്റെ പെങ്ങള് വിലാസിനി, അവള് കുഞ്ഞൂട്ടേട്ടനും തമ്മിൽ സ്നേഹത്തിലാണെന്ന് ആളോള് പറഞ്ഞപ്പോ ഞങ്ങള് വിശ്വസിച്ചോ? ദേ, എന്റെ ഈ തലയിൽ തൊട്ട് സത്യം ചെയ്തതാ. ഏട്ടത്തി, അങ്ങനെയൊന്നും ഇല്ലാന്ന്. ഒടുവിൽ ഗുരുവായൂർ പോയി താലിയും കിട്ടി വന്നപ്പോഴല്ലേ ഞങ്ങൾ അന്തം വിട്ടത്. ദേ, ഇതിപ്പോ മാഷോട് തുറന്ന് സമ്മതിക്കാൻ അവന് വിഷമം കാണും. നമ്മളത് മനസ്സിലാക്കണ്ടേ? എവിടെയാ മിടുക്കത്തി? അമ്പടി കേമി. ദാ, ഇത് ശോഭനേച്ചിയുടെ വക. നിനക്ക് ഇഷ്ടാവോന്നറിയില്ല. സാരിയും ചുരിദാറും ഒക്കെ ഉണ്ട്. വരണ വഴി മൊയ്തീക്കാട കടയിന്ന് വളയും മാലയും കമ്മലും പൊട്ടും എല്ലാം ഇങ്ങ് വാങ്ങിച്ചു. പ്രേമൻ ഇതിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാവില്ല. അയ്യോ, ഞാനത് പെട്ടെന്ന് വേറെ വഴിയില്ലാത്ത. അതൊന്നും സാരമില്ലെന്നേ. ദൈവം തമ്പുരാൻ ഓരോന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് എത്തിക്കും. അതിനിടയ്ക്ക് കുറച്ച് വിഷമിപ്പിക്കും, കരയിക്കും. അതൊക്കെ സാധാരണയാ. മനസ്സുകൊണ്ടുള്ള ചേർച്ചയാ പ്രധാനം. ഇനി നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് ചെറിയ തോതിലാണെങ്കിലും ആ ചടങ്ങ് അങ്ങ് നടത്തണം. ദേ, കഴുത്തിലൊരു താലി വീഴുന്നവരെ കുറുമ്പൊന്നും കാണിക്കരുത് കേട്ടോ. കുറുമ്പോ? എന്ത് കുറുമ്പ്? ഓടി അവിടുന്ന്. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അരുത് പ്രേമ, ഒന്നും ചെയ്യരുത്. ഒന്നുമില്ലെങ്കിൽ നിന്നെക്കാളും വയസ്സിന് മൂത്തതല്ലടാ ഞാൻ. മനുഷ്യനെ നാണം കെടുത്തിട്ട് മനഃപൂർവ്വമല്ലല്ലോ. ഇത്രയും വലിയൊരു രഹസ്യം ഒന്നും താങ്ങാനുള്ള ശക്തി എനിക്കില്ല. ആ ഏരിയയിൽ ഒരാളില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാ ഞാൻ എന്റെ മനസ്സിൽ നീ ഭാരം ഇറക്കി വെച്ചത്. ചെകുത്താൻ പോലീസിന്റെ വേഷത്തിൽ വരുമെന്ന് ആരറിഞ്ഞു? നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാതായി. നോക്കണ്ട. ഞാൻ എന്റെ അച്ഛനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പെട്ട പാടറിയോ? തീ കൊള്ളിയോണ്ടല്ലേ കളിച്ചത്. അപ്പൊ പിന്നെ കുറച്ച് വൈകിട്ടാണെങ്കിലും പൊള്ളു. ഒറ്റ ഒരെണ്ണം അങ്ങോട്ട് തന്നോണ്ടല്ലോ. ഒക്കെ നല്ലതിനാണെന്ന് വെച്ച് സമാധാനിക്കടാ. ഒന്നുമില്ലെങ്കിൽ ഒരു പെൺകുട്ടിയായിട്ട് തന്നെ കൂടെ കൊണ്ട് നടത്താലോ. പിന്നെ ഞാൻ അവളെ കൊണ്ട് വിലസാൻ പോവല്ലേ? തീർന്നു. ഇന്നത്തോടെ അവളെ പാക്ക് ചെയ്യാ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും പോട്ടെ. ഞാൻ അതൊക്കെ എന്തിനാ അറിയുന്നേ? അവള് വല്ല തീവണ്ടിക്ക് തലവെച്ചാലോ? അതോടെ തീർന്നു കിട്ടുമല്ലോ. നിന്റെ ബുദ്ധിയും ബോധമൊക്കെ പോയാ. നിന്നെ കല്യാണം കഴിച്ച് കൂടെ പുറത്തോളാന്നല്ലേ അവള് കോടതി പറഞ്ഞത്. അതിന് എന്നിട്ട് അവൾ എവിടെങ്കിലും പോയി ചത്ത ആരാ തൂങ്ങ? ഇനി അത് വേണ്ട. നീ അവളെ വെറുതെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് വിചാരിക്ക. വേറെ ആരെങ്കിലും നീ അവളെ നോക്കണില്ല എന്ന് പറഞ്ഞ് കടലാസ് കൊടുത്താൽ മതി. അപ്പോഴും പെട്ടു. അവളുടെ വായന് നിന്നെ പറ്റി മോശമായിട്ടൊരു വാക്കങ്ങ വന്ന പത്രക്കാര്, ടിവിക്കാര്, അതുപോലെ സാമൂഹ്യ പ്രവർത്തകര് ഒക്കെ കാത്തിരിക്കല്ലേ? ഒരു ഊരാക്കുടുക്കില മോനെ നീ തലവെച്ച് കൊടുത്തിരിക്കണേ. ഇത് ആണുങ്ങളുടെ ലോകം പറച്ചിലേ ഉള്ളൂ. പെണ്ണ് വിചാരിച്ചാൽ ഏത് കൊല കൊമ്പനി നക്ഷത്രം എണ്ണിക്കാം. എണ്ണിച്ച ചരിത്രമുണ്ട്. ഇനിയിപ്പം എന്ത് ചെയ്യും? തന്ത്രപൂർവ്വം നീങ്ങ. എങ്ങനെ? മനസ്സിൽ എത്ര ദേഷ്യം തോന്നിയാലും സ്നേഹം വാരി കോരി കൊടുക്കണം.
അപ്പൊ കൊറേ കഴിയുമ്പോ അവൾക്ക് തോന്നും, അയ്യോ ഈ പാവം ചേട്ടനെ ഞാൻ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ. അപ്പൊ ചെറിയൊരു മുള്ളെടുത്ത് കളയുന്ന പോലെ കളയുക. പ്രേമ, നിന്റെ കല്യാണം ആയിന്ന് കേട്ടല്ലോ, എന്നാ? നിങ്ങളുടെ 16 അടിയന്തരത്തിന് ഏയ് എന്താ ഇത്ര വൈകിയത്? ശോഭനേച്ചി വാങ്ങി തന്നതാ. നന്നായിട്ടില്ലേ? കമലുണ്ടോ? ഇത് മാല. ഇതിനേക്കാൾ നല്ലത് ഞാൻ വരെ കണ്ടുവച്ചിട്ടുണ്ട്. പറ്റെങ്കിൽ മാറിയെടുക്കാം, അല്ലെങ്കിൽ എനിക്ക് പുതിയൊരെണ്ണം വാങ്ങി തന്നാ മതി. വാ, ഊണ് കഴിക്കാം. അച്ഛൻ നേരത്തെ കിടന്നു. ആര്? അച്ഛൻ. നീ ഇതുവരെ അങ്ങേരെ എന്താ വിളിച്ചോണ്ടിരുന്ന? മാഷെന്ന്. ഇപ്പൊ എന്താ പെട്ടെന്നൊരു അച്ഛൻ? അല്ല, ഇത്രയൊക്കെ ആയ നിലയ്ക്ക്. എനിക്ക് ചോറ് വേണ്ട. തനനി തനി നന തനിനി തനി നന തനിനി തനി നനി തനി നനി തനി നാന തനിനി തനി നന തനിനി തനി നന നനന തനി നനി തനി നനി തനി നാന. ഏയ് ഏയ്, പണിസാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ലേ? മറവി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഓർമ്മിപ്പിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ, എനിക്കറിയാം എന്തൊക്കെ കൊണ്ടുപോകണമെന്ന്. ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്നെ ഇന്ന് വരെ ചെയ്ത എല്ലാ തെറ്റുകൾക്കുമുള്ള ശിക്ഷ എനിക്ക് കിട്ടിയേട്ടാ. പോലീസിന്റെ ഇടി സഹിക്കാൻ വയ്യാണ്ടാവുമ്പോ ഞാൻ ഇവളെ സോറി മാഡത്തെ സേലത്തേക്ക് അയച്ചു, തഞ്ചാവൂരേക്ക് അയച്ചു എന്നൊക്കെ പറയും. അവിടെ കൊണ്ടുപോയി തിരിച്ചെത്തുന്നത് വരെ ഹടി കിട്ടൂലല്ലോ. ഭിക്ഷക്കാര്, പെൺവാണിപ്പക്കാര്, നാടോടികള്, കാണാനിനി ഒരു ലോകവും ബാക്കിയില്ല. ഇപ്പോഴെങ്കിലും എന്നെ രക്ഷപ്പെടുത്തിയതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇനി കുറേ നേർച്ചകളുണ്ട്. പഴനി പോയി തല മൊട്ടയടിച്ച് കാവടി യന്ത്രം അവിടെ നിന്ന് തുടങ്ങാന്ന് വിചാരിക്കുക. വരട്ടെ പെങ്ങളെ. ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര. ഒരു കാപ്പി കൊടുത്തിട്ട് അയക്കായിരുന്നു. കുഞ്ഞുകുട്ടേട്ടനെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ, ഇത് എന്ത് വേഷം? ഓളേ ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട് മോനെ. അത് എല്ലാരും മനസ്സിലാക്കണത് നല്ലതാണ്. ഒരു വഴിയാണ് 9 വഴി തുറക്കുന്ന, അത് 1ാമത്തെ വഴിയാണിത്. ഇനി 8 എണ്ണം കിടക്കുന്നത്. ഇനിയുണ്ടോ? 8 എണ്ണം. ഇതെന്താ വീട് വെക്കാൻ പോവാണോ? വീടും വെക്കും. അത് മുമ്പ് ഞാൻ ഒരു കാറിന് വില പറഞ്ഞിട്ടുണ്ട്. അതെന്റെ വൈഫിന്റെ നിർബന്ധ. അവൾക്ക് അവളുടെ ബ്രദറിന്റെ വീട്ടു പഠിക്കൽ സ്വന്തം കാറിൽ ചെന്ന് ഇറങ്ങണത്രേ. ഒരാഗ്രഹല്ലേ, ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇത് കണ്ടോ, ഇത് പഴയ വീട് പൊളിച്ച് വിൽക്കുന്നവരോട് ചുളു വിലക്ക് വാങ്ങിയതാ. ഇത് ഞാനൊന്ന് ഭരണി പോലീസിട്ട് 5 ഇരട്ടിക്ക് മറിച്ച് വിൽക്കും.
നിങ്ങൾ ഇവിടെ ഒരു കൊല്ല ഉളി ഉന്തി ഉണ്ടാക്കണുണ്ടല്ലോ ഒരു ഒറ്റ ആഴ്ചകൊണ്ട് ഞാൻ ഉണ്ടാക്കും. പിന്നെ കുഞ്ഞുട്ടമ്മ സ്പീഡ് ആയാൽ കൂലി അല്ലാന്ന് വെച്ചാൽ ഊച്ചാലേക്കെങ്കിലും മനസ്സിലാവട്ടെ. എന്റെ പെങ്ങളുടെ കണ്ടകശനി കഴിഞ്ഞിട്ടില്ല എന്റെ പ്രേമ. അവള് ഇനിയും കുറെ കഷ്ടപ്പെടും. ആയിക്കോട്ടെ, എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങളെ തിന്നാൻ വരുന്നില്ല പോരെ. അല്ല, ഇത് ഞാൻ എത്ര കേട്ടതാ. ഫുട്പാത്തിൽ ചെരുപ്പ് കച്ചവടം തുടങ്ങിയപ്പോഴും തട്ടുകട നടത്തിയപ്പോഴും നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്. ഒടുവിൽ എന്റെ പെങ്ങൾ വിലാസിനിയുടെ കെട്ടുതാലി അടക്കം വിറ്റ് കഴിഞ്ഞിട്ടാ മാമുണ്ണാൻ എന്റെ തിണ്ണ വന്ന് നിറങ്ങിയത്. ആദ്യം 2 കണ്ണഞ്ചരട്ട എടുത്ത് കയ്യിൽ കുത്തിപ്പടിക്കടാ. സമ്മതിച്ചു. സമ്മതിച്ചു പ്രേമ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഈ കുട്ടിയെ കണ്ട് വീണു പോയതിൽ നിന്നെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. എന്തൊരു ഐശ്വര്യം! ഇതെന്താ പതിവില്ലാത്തൊരു സംഭവം? കാലത്തൊന്നും കഴിക്കേണ്ട പോകുന്നത്. ചോറും കൂട്ടാനും റെഡി ആയപ്പോ ഞാൻ എടുത്തോണ്ട് പോകും. അത് നന്നായി. മീൻ വറുത്ത എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. ചോറ് മൂപ്പർക്ക് മാത്രമേ ഉള്ളൂ. മഹാഭാഗ്യവാൻ. വർത്താനം പറഞ്ഞിരിക്കണമെന്നുണ്ട്. എന്ത് ചെയ്യും? നേരല്ല, ഒരു ബിസിനസ് ആയി പോയില്ലേ. ഡ്രൈവർ, വണ്ടി എടുക്കൂ. ഞാനും കൂടെ കൂട്ടെ സുരേഷ് ഏട്ടാ. വൈകുന്നേരം മാഷിക്ക് ചായ കൊടുക്കാറാകുമ്പോഴത്തേക്കും എത്തിയാ മതി. യോ വേണ്ട വേണ്ട, ഇവിടെ പണിയെടുപ്പിച്ച് നിന്റെ സൗന്ദര്യം കളഞ്ഞു എന്ന് പറഞ്ഞു പ്രേമേട്ടന് ഇനി ഞങ്ങളെ തിന്നാൻ വരും. ഇനി വന്നേ. എന്താ? ഇനി വരാൻ. ചെല്ലുകുട്ടി വരണ്ടേ? ഇനി വരാൻ. ഇതൊരു പുതിയ തരം ലവ് ട്രാക്കാട്ടോ. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. എന്നെ ഇങ്ങനെ അപമാനിക്കുന്നതുകൊണ്ട് നിനക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? ചോറുകൊണ്ടൊന്നും ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടേക്കാം. ചോറിന്റെ കാര്യമല്ല. നോക്ക്, സത്യം നമുക്ക് 2 പേർക്കെങ്കിലും അറിയാമല്ലോ എന്തൊക്കെയാ നടന്നത്, എങ്ങനെ എവിടം വരെ എത്തിയെന്ന്. മറ്റുള്ളവരുടെ കാര്യം പോട്ട്, എല്ലാം അറിയാവുന്ന നീ എന്തിനാ എന്നെ ശിക്ഷിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്ത്? ഇത് കുട്ടിക്കളിയല്ല, ജീവിതമാണ്. അപ്പൊ എന്നെ ശരിക്കും കല്യാണം കഴിച്ചെന്താ? എങ്ങനെ? അപ്പോഴേ എന്നെ ശരിക്കും കല്യാണം കഴിച്ച എന്താ? കോടതി പറഞ്ഞ പോലൊന്നും അല്ല, ശരിക്കും ഇഷ്ടായിട്ട് തന്നെയാ. നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല ഞാൻ. എന്നെ പറ്റി നിനക്കൊന്നും അറിയില്ല. ഇപ്പൊ കൊറേ നാളായില്ലേ കാണാൻ തുടങ്ങിയിട്ട്. എനിക്കിപ്പോ ഇത്രയൊക്കെ അറിഞ്ഞാ മതി. എന്തായാലും എല്ലാരും ഇപ്പൊ ഇങ്ങനെ തന്നെയാ കാണുന്നത്. ഇനി കല്യാണം കഴിച്ചില്ലെങ്കിലാ ആളുകൾ അതും ഇതൊക്കെ പറയാ. കുട്ടി, കല്യാണം, കുടുംബം ഇതൊന്നും എന്റെ മനസ്സിലില്ല. ഈ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു തീർക്കണം, അത്രേ ഉള്ളൂ. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, നിനക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്ത്. അതൊക്കെ മറന്നിട്ട് അയച്ചിരിക്കുന്ന കളിക്കുന്നൊക്കെ. നിനക്കറിയോ, ജയിലിൽ കിടന്നിട്ടുണ്ട് ഞാൻ കുറെ കൊല്ലം, അതും കൊലക്കുറ്റത്തിന്. അവിടുന്ന് പഠിച്ചത് ഈ മരപ്പണി. അവിടുത്തെ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞ ഈ വാസ്തുവിദ്യൻ ചരിത്രമൊക്കെ. അല്ലാതെ ഇതെന്റെ കുലത്തൊഴിലൊന്നുമല്ല. അല്പം മനസാക്ഷി ഉണ്ടായിപ്പോയി. മറ്റുള്ളവർ വേദനിക്കുന്ന കാണാൻ പറ്റാത്തൊരു മനസ്സ്. എത്ര തിരിച്ചടി കിട്ടിയാലും പഠിക്കില്ല, അതൊരു ശാപമാണ്. അതിന്റെ ഈ അനുഭവിക്കുന്നതൊക്കെ.